നമസ്കാരം. എൻ്റെ പേര് രവീന്ദ്രൻ കണ്ണണ്ടി. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ദേശീയ ട്രഷററും പ്രോജക്റ്റ് ചെയർമാനുമാണ്. അതുകൂടാതെ കാസർഗോഡ് ടൂറിസം ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയും എംപവർ കാസർഗോഡിന്റെ ചെയർമാനുമാണ്. അതോടൊപ്പം കുറച്ച് സംരംഭങ്ങളും നടത്തുന്നുണ്ട്. കാസർഗോഡ് ഓട്ടോ ആൻഡ് എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ, കാസർഗോഡ് ഓട്ടോമോട്ടീവ് ആൻഡ് ജനറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറും കേജ് എന്റർപ്രൈസസിന്റെ പ്രൊപ്പറേറ്ററുമാണ്. നമ്മുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എല്ലാ മുന്നണികളെയും സ്ഥാനാർത്ഥികൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു: വികസനം. അതിന്റെ കൂട്ടത്തിൽ സംരംഭക വികസനത്തിന് വളരെയേറെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് എല്ലാ മുന്നണികളും നടത്തിയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംരംഭക വികസനത്തിന് നൽകുന്ന പ്രാധാന്യം. ഇനി ഒരു രാജ്യത്തിനും സംരംഭങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നേറുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സംരംഭക വികസനത്തിന് ധാരാളം പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വരും കാലങ്ങളിൽ അത് ആവർത്തിക്കുകയും ചെയ്യും. സംരംഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും സംരംഭങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ചെറിയ സംരംഭങ്ങളും വലിയ സംരംഭങ്ങളും. നമ്മുടെ ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയുന്ന വിഭാഗമാണ് ചെറിയ സംരംഭങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് അതിന് കുറെ കൂടി വ്യാപകമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട സംരംഭങ്ങളെ മൂന്നായിട്ട് വിഭജിച്ചു: മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നതിന് ചുരുക്കമായിട്ടാണ് നമ്മൾ MSME എന്ന് പൊതുവായിട്ട് പറയുന്നത്. ഇതിന്റെ വിഭജനം എങ്ങനെയാണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ അപേക്ഷിച്ചിട്ട് 2025 മുതൽ ഇതിന്റെ ഡെഫിനിഷന് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇന്നത്തെ പുതിയ MSMEയുടെ നിർവചനം അനുസരിച്ച് 2.5 കോടി രൂപ വരെ മൂലധന നിക്ഷേപം വരുന്നതും 10 കോടി രൂപ വരെ വാർഷിക ടേൺ ഓവർ ഉള്ളതുമായ എല്ലാ സംരംഭങ്ങളും മൈക്രോ സംരംഭങ്ങളാണ്. അതുപോലെ തന്നെ 50 കോടി രൂപ വരെ മൂലധന നിക്ഷേപം ആവശ്യമുള്ളതും 100 കോടി രൂപ വരെ വാർഷിക ടേൺ ഓവർ ഉള്ളതുമായ സംരംഭങ്ങളെ സ്മോൾ സംരംഭങ്ങളെന്നും 125 കോടി രൂപ മൂലധന നിക്ഷേപം ആവശ്യമുള്ളതോ അല്ലെങ്കിൽ 500 കോടി രൂപ വരെ മൂലധന നിക്ഷേപം ആവശ്യമുള്ളതോ ആയ സംരംഭങ്ങളെയാണ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ MSMEയെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അടിസ്ഥാനമായ ഒരു അറിവ്. ഇതിൽ തന്നെ ഏറ്റവും ചെറിയ വിഭാഗങ്ങളായ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസുകൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാരുകൾ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ MSMEകൾക്ക്, അതിൽ തന്നെ മൈക്രോ ആൻഡ് സ്മോൾ വിഭാഗത്തിന് വേണ്ടിയിട്ട് നിരവധി നൂറുകണക്കിന് പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കുറച്ചെണ്ണം വളരെ വ്യാപകമായിട്ട് സംരംഭകർ പ്രയോജനപ്പെടുത്തുന്ന ചില പദ്ധതികളെ പേരുകൾ മാത്രം ഞാനിപ്പോൾ പറയാം. അതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ പിന്നീടുള്ള വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതിൽ ഏറ്റവും പ്രാഥമികമായിട്ട് ഉള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ്. 10 ലക്ഷം രൂപ വരെയുള്ള ചെറിയ സംരംഭങ്ങൾക്കാണ് ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. രണ്ടാമത്തേത് വൺ ഫാമിലി വൺ എന്റർപ്രൈസസ്. മൂന്നാമത്തേത് PMFME. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പദ്ധതിയാണ് PMFME. നാലാമത്തേത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ടു നാനോ യൂണിറ്റ്സ്. ചെറിയ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ പലിശ സബ്സിഡി നൽകുന്ന പദ്ധതികളുണ്ട്. അഞ്ചാമത്തേതാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതി ESS എന്നാണ് അതിന്റെ പേര്, ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീം. പിന്നെ AFI, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഫെസിലിറ്റി. കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന സംരംഭങ്ങളെ സഹായിക്കുന്ന പദ്ധതിയാണ്.
പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ സമ്പദ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് മത്സ്യസമ്പദ യോജന, PMEGP, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. അത് രാജ്യവ്യാപകമായിട്ട് വളരെയേറെ സംരംഭകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ്. പിന്നീട് അടുത്തത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് രാജ്യത്തുള്ളത്. അത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്റ്റർ ഓഫ് MSME ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. അതായത് സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടിയാണ്, സഹകരണത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ പേരാണ് MSACDP, മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. ആ പദ്ധതി അനുസരിച്ച് അത് വ്യക്തിഗത പദ്ധതിയല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനുണ്ട്. സംരംഭകരുടെ കൂട്ടായ്മയ്ക്ക് 10 കോടി വരെയുള്ള പദ്ധതികൾക്ക് 95% സൗജന്യമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് 10 കോടി രൂപയിൽ 9.5 കോടിയും സർക്കാർ സൗജന്യമായിട്ട് ഗ്രാൻഡായിട്ട് നൽകുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തിൽ 10 കോടിക്ക് മുകളിൽ 30 കോടി വരെയുള്ള പദ്ധതികളാണെങ്കിൽ അതിന്റെ 85% ഗ്രാൻഡായിട്ട് നൽകുന്നു. അതായത് 10 കോടി വരെയാണെങ്കിൽ 9.5 കോടിയും 30 കോടി വരെയാണെങ്കിൽ 25 കോടി 50 ലക്ഷം രൂപ വരെയും തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് MSACDP